സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് പാർട്ടിൽ അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന ആ ഒരു സെക്ഷനിൽ 3 തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ ഇനം ലിബ്രോഫീസ് കാൽക്ക് ആയിരുന്നു. ലിബ്രോഫീസ് കാൽക്കിന് ഒരു ബിസിനസ്സിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ജിനു ഖാത്ത അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജാണ്. ഇതിൻ്റെ ഒരുപാട് വൈഡ് യൂസസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വളരെ ചുരുങ്ങിയ ഏരിയ മാത്രമാണ് നമുക്ക് എക്സാമിനേഷൻ ഫോക്കസ് പോയിൻറ്റുമായി കണക്ട് ചെയ്ത് പഠിക്കാനുള്ളൂ. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജായിട്ടുള്ള ജിനു ഖാത്തയിൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ, അതുപോലെ നമുക്ക് ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട വിവിധ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സബ് ഗ്രൂപ്പുകളുണ്ട്, ആ സബ് ഗ്രൂപ്പുകളെക്കുറിച്ച്, അതുപോലെ അക്കൗണ്ട് ക്രിയേഷൻ എങ്ങനെയാണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ജിനു ഖാത്ത. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്താണെന്ന് ആദ്യം ഒന്ന് ചർച്ചയ്ക്കെടുക്കാം. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഈസ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ഓർ ബിസിനസ് ഓണേഴ്സ് യൂസ് ടു പ്രോസസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് മാനേജ് അക്കൗണ്ട്സ്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസും ബിസിനസ് ഓർഗനൈസേഷൻസും ബിസിനസ് ഓണേഴ്സും ഒക്കെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്നതിനും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ ലിബ്രോഫീസ് കാൽക്ക് പഠിച്ചു. കാൽക്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിനെ സഹായിക്കുന്ന കുറേ അധികം ഫങ്ഷൻസാണ് അവിടെ എടുത്തത്. നമുക്കറിയാം, മാനുവൽ അക്കൗണ്ടിങ് വർക്ക് എന്ന് പറഞ്ഞാലൊരു വലിയ ടാസ്ക്കാണ്, വളരെ പ്രയാസമേറിയ ഒന്നാണ്, കുറേ അധികം ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ തയ്യാറാക്കുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നു. അതുമാത്രമല്ല, അതിന് അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ സേവനവും ആവശ്യമാണ്. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള പ്രോസസ്സുകളെല്ലാം ക്ലാസിഫിക്കേഷനും സമ്മറൈസേഷനും അനാലിസിസുമെല്ലാം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നടത്താനാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളെ ബിസിനസ് ഓർഗനൈസേഷൻസും അക്കൗണ്ടിങ് പ്രൊഫഷണൽസും ഉപയോഗിക്കുന്നത്. ദെൻ കോമൺലി യൂസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ്. ഇവിടെ കുറച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുടെ പേരുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ജിനു ഖാത്ത, ദെൻ ടാലി, പീച്ച് ട്രീ, ടാറ്റ EX, സാപ്പ് ആൻഡ് ക്വിക്ക് ബുക്സ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡായി ലഭ്യമായിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറാണ് ജിനു ഖാത്ത. ഈ സോഫ്റ്റ്വെയറിനൊരു പ്രത്യേകതയുണ്ട്, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയറാണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറാണ്. മറ്റുള്ള ഇത്രയും സോഫ്റ്റ്വെയറുകളെല്ലാം തന്നെ ടാലി ആണെങ്കിലും പീച്ച് ട്രീ ആണെങ്കിലും ടാറ്റ EX ആണെങ്കിലും സാപ്പ് ആണെങ്കിലും ക്വിക്ക് ബുക്സ് ആണെങ്കിലും അതുപോലെയുള്ള ധാരാളം സോഫ്റ്റ്വെയറുകളുണ്ട്. അതെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്, അഥവാ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കണം. അതേസമയം ഏത് ചെറുകിടക്കാരനാണെങ്കിലും അത്യാവശ്യം ബിസിനസ് നടത്തുന്ന ഇടത്തരം സ്ഥാപനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ജിനു ഖാത്ത ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ജിനു ഖാത്തയുടെ വെബ്സൈറ്റിൽ കയറുക, അതിൻ്റെ ഓഫ്ലൈൻ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ജിനു ഖാത്ത ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഫോഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. മറ്റുള്ളതെല്ലാം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജിനു ഖാത്തയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ജിനു ഖാത്തയിലേക്ക് പോകാം. ഓക്കെ,
GNU Khata. GNU Khata, pronounced as GNU Khata, is free and open source software force developed by Digital Freedom Foundation, a public charitable trust in association with International Center for Free and Open Source Software, ICFOSS. It supports wide range of applications related with accounting and inventory management. GNU Khata ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ഫ്രീഡം ഫൗണ്ടേഷൻ എന്നൊരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ഒരു NGO ആണ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമ്മളിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ സോഴ്സ് കോഡുകൾ കൂടി ലഭ്യമാകും. കഴിവുള്ള ആളുകൾക്ക് ഈ സോഴ്സ് കോഡിനെ വീണ്ടും ഡെവലപ്പ് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനുള്ള അവസരമുണ്ട്. പൈസ കൊടുക്കേണ്ടതില്ല, ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഇൻ്റർനാഷണൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് GNU Khata. GNU Khata'യുടെ പ്രത്യേകതകൾ. ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് പ്രാക്ടീസസ് അതേപോലെ ഫോളോ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് GNU Khata. Then comprehensive financial reports like ledgers, trial balance, profit and loss account, balance sheet, etc. are available. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അതുപോലെ ലെഡ്ജറും ട്രയൽ ബാലൻസും ഈവൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കും, ഈ സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കും. ദെൻ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് വൗച്ചർ എൻട്രി. നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന്, റെക്കോർഡ് ചെയ്യുന്നതിന് സോഫ്റ്റ്വെയറിൽ വൗച്ചർ എൻട്രി എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അതാത് വൗച്ചറുകൾ, അതിൻ്റെ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ഇവിടെ അറ്റാച്ച് ചെയ്യാനുള്ള സൗകര്യം കൂടി ഈ GNU Khata നമുക്ക് നൽകിയിട്ടുണ്ട്. ദെൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫ്രം സ്പ്രെഡ്ഷീറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഇതിൽ ലഭ്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമുക്ക് നേരെ എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാം? കാൽക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കാൽക്കിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഷീറ്റ് നമുക്കതിലുള്ള ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ GNU Khata'യിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും കഴിയും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ദെൻ പാസ്വേഡ് സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ ഓഡിറ്റ് സെക്യൂരിറ്റി ഫെസിലിറ്റി പ്രൊവൈഡഡ്. ഇതിലേക്ക് എൻട്രി, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആളുകളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ ഹൗ ടു റൺ GNU Khata. GNU Khata എങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ GNU Khata നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസിലാണ് ലഭ്യമായിരിക്കുക. ആപ്ലിക്കേഷൻസിൽ ഓഫീസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GNU Khata ലഭ്യമാവും. GNU Khata സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് ആദ്യമായിട്ട് ഓപ്പൺ ആയി കിട്ടുക. ഓക്കെ, ദെൻ ക്രിയേറ്റ് ഓർഗനൈസേഷൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓപ്പറേറ്റിംഗ് GNU Khata ഈസ് ടു ക്രിയേറ്റ് ആൻ ഓർഗനൈസേഷൻ. നമ്മൾ GNU Khata അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് GNU Khata'യിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നടത്തുന്ന ABC ട്രേഡേഴ്സ് എന്നൊരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ GNU Khata'യിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ABC ട്രേഡേഴ്സ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ GNU Khata'യിലെ ഡാറ്റാബേസിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇറ്റ് മേ ബി എയ്തർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, ഏത് തരം ബിസിനസ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് ചെയ്യാനും GNU Khata പര്യാപ്തമാണ്. അതേതായാലും കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ പാത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് ഓർഗനൈസേഷൻ. GNU Khata ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന വിൻഡോയിൽ നിന്ന് ക്രിയേറ്റ് ഓർഗനൈസേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഓർഗനൈസേഷൻ്റെ പേരും മറ്റു ഡീറ്റെയിൽസും കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. ഇതാണ് വേണ്ടത്. ഓക്കെ, ദെൻ വൈൽ ക്രിയേറ്റിംഗ് ദ ഓർഗനൈസേഷൻ ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ റിക്വയർഡ്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് GNU Khata'യിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ
താഴെ പറയുന്ന ഡീറ്റെയിൽസ് ആവശ്യമുണ്ട്. ഒന്ന് ഓർഗനൈസേഷൻ നെയിം, സ്ഥാപനത്തിൻ്റെ പേര്. ദെൻ കേസ്, നമ്മൾ ആ ടൈപ്പ് ചെയ്ത ഡാറ്റ, പേര് ഏത് രീതിയിലാണ് നമ്മുടെ റിപ്പോർട്ടുകളിൽ വരേണ്ടത്, ക്യാപിറ്റൽ ലെറ്ററിൽ വരണോ, സ്മോൾ ലെറ്ററിൽ വരണോ, അതോ ടൈറ്റിൽ കേസിൽ വരണോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ വിൻഡോ കണ്ട് നമുക്കത് മനസ്സിലാക്കാം. ദെൻ ഓർഗനൈസേഷൻ ടൈപ്പ്, ഓർഗനൈസേഷൻ ബിസിനസ് എൻറ്റിറ്റി ആണോ, നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ആണോ. നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ ഈ ജിന്യൂ ഖാത്ത നമുക്ക് തരുന്ന റിസൾട്ടുകൾ, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഒക്കെ ആയിരിക്കും. ദെൻ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സ്ഥാപനം ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ഈ സിസ്റ്റം ജിന്യൂ ഖാത്തയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കറക്റ്റ് ഫിനാൻഷ്യൽ ഇയർ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ സെലക്ട് ദ മോഡ് ഓഫ് അക്കൗണ്ടിങ്. ജിന്യൂ ഖാത്തയിൽ പല മോഡുകൾ നമുക്ക് നൽകുന്നുണ്ട്, നമുക്കത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ജിന്യൂ ഖാത്ത ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻസിൽ ഓഫീസ് എന്ന് പറയുന്ന ഈ ടാബ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇതിൽ ജിന്യൂ ഖാത്ത ഈ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ഓഫീസിൽ ജിന്യൂ ഖാത്തയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജിന്യൂ ഖാത്ത ഓപ്പണായി കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ജിന്യൂ ഖാത്തയുടെ വെൽക്കം വിൻഡോ അഥവാ ഓപ്പണിംഗ് വിൻഡോ. ഇതിൽ നമുക്ക് കാണുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ജിന്യൂ ഖാത്തയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ്. ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ്. ഇറ്റ് ക്യാൻ സ്കെയിൽ അപ്പ് ടു ക്ലൗഡ് ബേസ്ഡ് ഡിപ്ലോയ്മെൻറ്റ് ഓർ ഡൗൺ ടു സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റലേഷൻ. ക്ലൗഡ് ബേസ്ഡ് വർക്കിങ്ങിനും അതുപോലെ സിംഗിൾ സ്റ്റാൻഡ് അലോൺ വർക്കിങ്ങിനും, അഥവാ ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനിൽ ലോക്കലായിട്ട് ഉപയോഗിക്കാനും അതേപോലെ ക്ലൗഡ് സപ്പോർട്ടഡ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് റോബസ്റ്റ്. ഫാസ്റ്റാണ്, വളരെ ഫ്രൂട്ട്ഫുൾ ആണ്. അതുപോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. വെൽക്കം ടു ജിന്യൂ ഖാത്ത, എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ജിന്യൂ ഖാത്ത ഈസ് ഡെവലപ്ഡ് ബൈ ഡിജിറ്റൽ ഫ്രീഡം ഫൗണ്ടേഷൻ and is currently funded by International Center for Free and Open Source Software. അല്ലേ, ഫണ്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റിൻ്റെ ആളുകൾ ഇതിനെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ ഇവിടെ ക്രിയേറ്റ് ഓർഗനൈസേഷൻ എന്ന ടാബാണ് ആദ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ സെലക്ട് ഓർഗനൈസേഷൻ എന്നൊരു ടാബ് ഉണ്ട്. അതുപയോഗിച്ച് നമ്മൾ ആൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഓർഗനൈസേഷൻസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പുതിയൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതിനു വേണ്ടി ഈ മെനു ടാബിലുള്ള ക്രിയേറ്റ് ഓർഗനൈസേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്രിയേറ്റ് ഓർഗനൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം വേണ്ടത് ഓർഗനൈസേഷൻ നെയിമാണ്. ABC ട്രേഡേഴ്സ് എന്ന പേരിലൊരു ഓർഗനൈസേഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇവിടെയുള്ള നമ്മളുള്ള ക്വസ്റ്റ്യൻ കേസ് ഏതാണ്. കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആസീസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, ടൈറ്റിൽ കേസ് ഉണ്ട്. നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെയിം എന്തായി മാറും, ക്യാപിറ്റൽ ലെറ്ററിലായി മാറും. ദെൻ ലോവർ കേസ് ആണെങ്കിൽ സ്മോൾ ലെറ്ററാണ്. ആസീസ് ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തത് എങ്ങനെയാണോ അതുപോലെ വരും. ദെൻ ഇവിടെ ടൈറ്റിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആസീസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പോലെ ചെയ്യാം. ദെൻ ഓർഗനൈസേഷൻ ടൈപ്പിൽ രണ്ട് തരം ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്. ഞാൻ കൊടുക്കുന്നത് 01/04/2020 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കൊടുത്താൽ ഉടൻ അതിൻ്റെ ക്ലോസിംഗ് ഡേ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട്. അടുത്തത് ഇതിലേത് തരത്തിലുള്ള അക്കൗണ്ട് ക്രിയേഷനാണ് നമുക്ക് വേണ്ടത്. അക്കൗണ്ട്സ് ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അക്കൗണ്ട്സ് ഓൺലി ആണോ, അക്കൗണ്ട്സ് വിത്ത് ഇൻവോയ്സിങ് അതായത് ബില്ലിംഗ് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണോ, ഇൻവോയ്സ് വിത്ത് ബിൽ വൈസ് അക്കൗണ്ടിങ്. ഇൻവോയ്സ് ബില്ലിംഗ് നടത്തുന്നതോടൊപ്പം തന്നെ ആ ബിൽ വൈസ് അക്കൗണ്ടിങ് നടത്തണോ, റെക്കോർഡിങ് നടത്തണോ. അതുപോലെ ഇൻവെൻട്രി വിത്ത് ഇൻവോയ്സിങ് ആൻഡ് ബിൽ വൈസ് അക്കൗണ്ടിങ്. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസാണ്, സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള. നമുക്ക് തൽക്കാലം അക്കൗണ്ട്സ് ഓൺലിയിൽ മാത്രം നോക്കാം. അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്തു. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒന്ന് യൂസർ നെയിം. ഞാൻ ഇതിലെല്ലാം തൽക്കാലം അഡ്മിൻ എന്ന യൂസർ നെയിം കൊടുക്കുകയാണ്. പാസ്വേഡ് അഡ്മിൻ തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കൺഫേം പാസ്വേഡാണ് അടുത്തത്.
ദെൻ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, നമ്മൾ പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിനൊരു ആൻസറും സെറ്റ് ചെയ്യാം. നമുക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യനും ആൻസറും സെറ്റ് ചെയ്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം എല്ലാം ഒരേ വാക്ക് കൊടുക്കുകയാണ്. ദെൻ ക്രിയേറ്റ് ആൻഡ് ലോഗിൻ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ABC ട്രേഡേഴ്സ് എന്ന കമ്പനിയുടെ ഒരു അക്കൗണ്ടിങ് സെക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജിനു ഖാത്തയിൽ. ദെൻ നമുക്കിനി ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ആവശ്യമായ ലെഡ്ജർ അക്കൗണ്ടുകളെല്ലാം തയ്യാറാക്കുക എന്നുള്ളതാണ്. അഥവാ ഇവിടെ ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്, അതാണ് വേണ്ടത്. അപ്പോൾ ഓരോ ലെഡ്ജറും ഈ സോഫ്റ്റ്വെയറിന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഓരോ ലെഡ്ജറും ഓരോ ഗ്രൂപ്പുകളിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ നടത്തുന്നത് ഇവിടെ ഈ മെനു ടാബിൽ മാസ്റ്റർ ഉണ്ട്, വൗച്ചർ, റിപ്പോർട്ട്, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഈ മാസ്റ്റർ ടാബിലാണ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേഷൻ നടത്തേണ്ടത്. നോക്കാം, മാസ്റ്ററിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റാർട്ടിങ്ങിലൊരു ട്രാൻസാക്ഷൻ, നമ്മൾ ആദ്യം പഠിച്ച ട്രാൻസാക്ഷനാണ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അല്ലേ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ നമുക്ക് വേണ്ടത് 2 അക്കൗണ്ടുകളാണ്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ അത് രണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 അക്കൗണ്ടുകളും, ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ്, ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഒരു ഗ്രൂപ്പിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ സോഫ്റ്റ്വെയറിന് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഗ്രൂപ്പുകൾ ഇവിടെ ഡീഫോൾട്ടായിട്ടുണ്ട്. 13 അക്കൗണ്ട് ഗ്രൂപ്പുകൾ നമുക്ക് ജിനു ഖാത്ത പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 9 എണ്ണം ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകളാണ്, 4 എണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്രിയേറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിൻ്റെ, നമ്മളിവിടെ ആദ്യം ക്യാഷ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏത് ഗ്രൂപ്പിൽ വരും? നമുക്കറിയാം ക്യാഷ് കറണ്ട് അസറ്റാണ്, അല്ലേ. അപ്പോൾ നമ്മളിതിനെ കറണ്ട് അസറ്റ് സെലക്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ 13 ഗ്രൂപ്പുകൾ. 13 ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ 9 എണ്ണം ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകളാണ്, 4 എണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകളാണ്. ഇതിൽ നമ്മൾ കറണ്ട് അസറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സബ് ഗ്രൂപ്പ് കാണാനുണ്ട്. സബ് ഗ്രൂപ്പിൽ കുറച്ച് സബ് ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ട് വരുന്ന സബ് ഗ്രൂപ്പ് ഏതാണ്? ക്യാഷ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ട് നെയിം കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിൻ്റെ പേര് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട്. ദെൻ ഓപ്പണിംഗ് ബാലൻസ് ആണ് അടുത്തായി ചോദിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാവും. ഓക്കെ, ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, ആ സമയത്തുള്ള ക്യാഷ് ബാലൻസ് ആണ് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസിൽ കൊടുക്കേണ്ടത്. അതേസമയം ഒരു ബിസിനസ് സ്ഥാപനം പുതുതായി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ക്യാഷ് ബാലൻസ് ഒക്കെ എവിടെ നിന്ന് വരണം? ആദ്യ ട്രാൻസാക്ഷൻ വഴിയാണ് ക്യാഷ് ബാലൻസ് ഉണ്ടാകുന്നത്, ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാം. ഇത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ അടുത്തത് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് രാജേഷിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മുടെ ഈ ജിനു ഖാത്തയിൽ വരുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗ്രൂപ്പാണ്. ജസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, അതിന് സബ് ഗ്രൂപ്പ് ഇല്ല, ക്യാപിറ്റലിന് മറ്റൊരു സബ് ഗ്രൂപ്പ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നൺ സെലക്ട് ചെയ്തു. ദെൻ അക്കൗണ്ട് നെയിം കൊടുക്കുക. രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മുടെ അക്കൗണ്ട് നെയിം. രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ സേവ് ചെയ്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാതെയാണ് ചെയ്യുന്നത്, കാരണം നമ്മൾ പുതിയ സ്ഥാപനമാണ്. ദെൻ അടുത്തായിട്ട് നമ്മൾ പർച്ചേസസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. പർച്ചേസസ് വരുന്നത് ഏത് ഗ്രൂപ്പാണ്? പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. സബ് ഗ്രൂപ്പ് ഇതിന് നണ്ണാണ്. ഡയറക്റ്റ് എക്സ്പെൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് പർച്ചേസസ് എന്ന് പറയുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ സേവ് ചെയ്തു. ദെൻ അടുത്തായിട്ട് ഞാനൊരു സെയിൽസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് നമ്മുടെ ബിസിനസ്സിന്
ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഗ്രൂപ്പ് ഇതിൽ സെലക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. അവിടെ സബ് ഗ്രൂപ്പ് നണ്ണ് സെലക്ട് ചെയ്തു. അക്കൗണ്ട് നെയിം സെയിൽസ് ആണ്, സെയിൽസ് എന്ന് സെലക്ട് ചെയ്തു. അക്കൗണ്ട് നെയിം സെയിൽസ് സെലക്ട്. ദെൻ വേജസ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി വേജസിൻ്റെ കാര്യം പറയുമ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ സബ് ഗ്രൂപ്പ് നൺ, വേജസ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ അടുത്തതായിട്ട് കമ്മീഷൻ റിസീവ്ഡ് എന്ന ഒരു അക്കൗണ്ട് തയ്യാറാക്കണം. കമ്മീഷൻ റിസീവ്ഡ് നമുക്കറിയാം ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇതിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ സബ് ഗ്രൂപ്പ് നണ്ണ് കൊടുക്കുന്നു. ദെൻ നമ്മൾ കമ്മീഷൻ, നമ്മൾ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് ഇൻകം സെലക്ട് ചെയ്തത് കൊണ്ട് അത് കമ്മീഷൻ റിസീവ്ഡ് ആയിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യപ്പെടും. ദെൻ സേവ് ചെയ്തു. അടുത്തായിട്ട് ഞാനൊരു ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അഥവാ ബിൽഡിംഗ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഫിക്സഡ് അസറ്റ് എന്നുള്ള ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഈ ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പിന് കുറേയധികം സബ് ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അക്കൗണ്ട് ബിൽഡിംഗ് എന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ഞാൻ ഓഫീസ് ബിൽഡിംഗ് എന്ന പേരിൽ ഒരു ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുകയാണ്. ഓപ്പണിംഗ് ബാലൻസ് നില്ല് കൊടുത്തു, സേവ് ചെയ്തു. അപ്പോൾ ഈ വർക്കുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്ലാസ് വേറെ നിങ്ങൾക്ക് തരാം. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ആവശ്യമായ അത്രയും അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ നമ്മളിവിടെ വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് നമുക്ക് ആവശ്യമായ നമ്മൾ സാധാരണ ജേണൽ എൻട്രി പാസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഡേറ്റ് കൊടുക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ എക്സാമ്പിൾ. ഒരു എൻട്രി ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് എൻട്രി ചെയ്യാം, ഇവിടെ നരേഷൻ കൊടുക്കാം, ദെൻ സേവ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അതിൻ്റെ മുമ്പ് ഈ ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് തിയറി കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് നമ്മളിപ്പോൾ പ്രാക്ടിക്കലായി കണ്ട ആ ഗ്രൂപ്പുകളും സബ് ഗ്രൂപ്പുകളും അതിനെക്കുറിച്ചൊന്ന് കൂടുതലായി മനസ്സിലാക്കണം. ജിനു ഖാത്ത has 13 pre-defined account groups, of which 9 relates to balance sheet and other 4 to profit and loss account or income and expenditure account. ജിനു ഖാത്തയിൽ ഡീഫോൾട്ടായിട്ട് 13 അക്കൗണ്ട് ഗ്രൂപ്പുകളാണ്. നമ്മൾ ഓരോ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ 13-ൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായിരിക്കും ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 13-ൽ 9 അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ് 9 ഗ്രൂപ്പുകൾ. 4 ഗ്രൂപ്പുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ക്രിയേറ്റ് അക്കൗണ്ട് മെനു ആസ് ഡീറ്റെയിൽഡ് ബിലോ. മാസ്റ്റർ, ക്രിയേറ്റ് അക്കൗണ്ട്, ഗ്രൂപ്പ്, സെലക്ട് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്ത് മനസ്സിലാക്കി. ജിനു ഖാത്തയിൽ മാസ്റ്റർ എന്ന ടാബിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഗ്രൂപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അതിനാവശ്യമായ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിന് ആവശ്യമായ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ അക്കൗണ്ട് ഗ്രൂപ്പുകളെ വിശദമായിട്ട് ക്ലാസിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പ്സ് 4 ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മൾ ചെയ്ത് പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം, ഇത്രയും ഐറ്റംസ് ആണല്ലോ. അപ്പോൾ അതന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ. ദെൻ ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകൾ 9 ഉണ്ട്. ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ് ബ്രാക്കറ്റിൽ അസറ്റ്. എംപ്ലോയീസിനോ മറ്റോ ലോൺ കൊടുത്താൽ ബിസിനസ്സിന് അസറ്റാണ്. അപ്പോൾ അത്തരം അസറ്റുകൾ നമ്മൾ ലോണായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ദെൻ കറണ്ട് അസറ്റ്സ്, മിസ്ലേനിയസ് എക്സ്പെൻസസ്, അസറ്റായിട്ടുള്ള മിസ്ലേനിയസ് എക്സ്പെൻസ്. ഇപ്പോൾ ഒരു ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്, നമുക്കത് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്ന രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യാൻ കഴിയാത്തതാണ്. വളരെ വലിയ ഒരു എമൗണ്ട്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിച്ച് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അത് നമ്മൾ മിസ്ലേനിയസ് എക്സ്പെൻസസ് എന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുക. ദെൻ ക്യാപിറ്റൽ, ദെൻ ലോൺസ്,
അഥവാ ലാബിലിറ്റി. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ മറ്റുള്ള ആളുകളിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ എടുത്തിട്ടുള്ള ലാബിലിറ്റികളൊക്കെ ഈ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ റിസർവ്സ് ആൻഡ് കറണ്ട് ലാബിലിറ്റി. ഇതിൽ പല ഗ്രൂപ്പുകൾക്കും സബ് ഗ്രൂപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസറ്റിൻ്റെ സബ് ഗ്രൂപ്പുകളാണ് ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് നമുക്ക് സബ് ഗ്രൂപ്പുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ദെൻ കറണ്ട് അസറ്റിൻ്റെ സബ് ഗ്രൂപ്പുകളാണ് ബാങ്ക്, ക്യാഷ്, ഇൻവെൻട്രി, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ്. ദെൻ ലോൺസ് ലാബിലിറ്റി, ഇതിന് 2 സബ് ഗ്രൂപ്പുകളാണ് സെക്യൂർഡ്, അൺസെക്യൂർഡ്. ദെൻ കറണ്ട് ലാബിലിറ്റിയുടെ സബ് ഗ്രൂപ്പുകളാണ് പ്രൊവിഷൻസ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജിനു ഖാത്ത എന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ആ ജിനു ഖാത്തയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മൾ ജിനു ഖാത്തയിൽ ഇൻപുട്ട് ചെയ്യുന്നത്, അതുപോലെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ ഗ്രൂപ്പുകൾ, ഡീഫോൾട്ടായിട്ട് ജിനു ഖാത്ത നൽകുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രൂപ്പുകൾ, ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.